മിഷൻ VFA-LDCയുടെ സെക്കൻഡ് റിവിഷനാണ് ഇന്ന് ഡേ 3യുടെ സെക്കൻഡ് റിവിഷനാണ്. ഇംഗ്ലണ്ടിലെ വിപ്ലവവും ചെസ്സുമാണ് ഇതിൽ GKയും കറണ്ട് അഫേഴ്സിലും വരുന്നത്. നോക്കാം. മലയാള ഹോസ്ബെല്ലിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അതുപോലെ തന്നെ കളക്റ്റീവ് നൗൺസിൻ്റെ ബാക്കിയുള്ളതാണ്. കളക്റ്റീവ് നൗൺസ് എല്ലാം കൂടെ ലാസ്റ്റ് ഡേയിൽ, അതായത് കളക്റ്റീവ് നൗൺസിൻ്റെ ലാസ്റ്റ് ഡേയിൽ നമ്മളെല്ലാ കളക്റ്റീവ് നൗൺസുകളും ഒരുമിച്ച് നോക്കുന്നതാണ്. ഇംഗ്ലീഷിൻ്റെ റൂൾ 3 ആയിരുന്നു. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. ഞാൻ വിശദമായിട്ടൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക. അടുത്തത് മാത്സിലെ ക്ലോക്കാണ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇനി ടോപ്പിക്സ് ആയ ഇംഗ്ലണ്ടിലെ വിപ്ലവം, ചെസ്സിലേക്ക് കടക്കാം. ഇംഗ്ലണ്ടിലെ വിപ്ലവം 17-ാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ ഈ വിപ്ലവം നടക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന രാജവംശം സ്റ്റുവർട്ട് രാജവംശമാണ്. ഈ രാജവംശം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് രാജാധികാരം ദൈവതത്വമാണ്, രാജാവ് ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഇംഗ്ലണ്ടിൽ 3 തട്ടുകളായിട്ടാണ് അക്കാലത്ത് ജനങ്ങളെ തിരിച്ചിരുന്നത്. അതിൽ ഏറ്റവും മുകളിലെ രാജാവ്, രണ്ടാമത്തെ തട്ടിലെ പുരോഹിതന്മാർ, ഏറ്റവും താഴത്തെ തട്ടിലാണ് മധ്യവർഗവും അതുപോലെ തന്നെ കർഷകരും തൊഴിൽ ചെയ്യുന്നവരും എല്ലാവരും വന്നിരുന്നത്. അപ്പം ആ മധ്യവർഗം, മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആൾക്കാർ ഈ രാജാവിൻ്റെ ദൈവദത്തമായ അധികാരത്തെ നിഷേധിച്ചു. അങ്ങനെ നിയമമാണ് എല്ലാത്തിലും വലുത് എന്നും നിയമനിർമ്മാണ സഭയെ പാർലമെൻറ്റാണ് രാജാവിൻ്റെ മുകളിൽ എന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ പാർലമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ഭൂനികുതി ചുമത്താനോ നിയമം നിർമ്മിക്കാനോ രാജാവിന് അധികാരമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്റ്റുവർട്ട് രാജാക്കന്മാരും പാർലമെൻറ്റും തമ്മിലുള്ള അഭിപ്രായ വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതാണ് പിന്നീട് കുറേശ്ശെയായിട്ട് വന്ന് ഇംഗ്ലണ്ടിലെ 2 പ്രധാന സംഭവങ്ങൾക്ക് കാരണമാകുന്നത്. അത് 1642 ഒരു വിപ്ലവം നടക്കുന്നുണ്ട്. അതാണ് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധം. അതൊരു തുടക്കമായിരുന്നു. 1688 ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം എന്ന് നമ്മൾ പറയുന്ന ഈ വിപ്ലവം നടക്കുന്നത് 1688. പക്ഷേ ഇംഗ്ലണ്ടിൽ ഒരു ആഭ്യന്തര യുദ്ധം നടക്കുന്നുണ്ട്. അത് 1642. ഇത് രണ്ടും ഇംഗ്ലണ്ടിലെ വിപ്ലവം എന്ന് പറയുമെങ്കിലും ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം എന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് 1688 വിപ്ലവമാണ്. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം നടക്കുന്നത് 1642. ഇനി ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്ന് അഭിപ്രായപ്പെട്ട ഇംഗ്ലണ്ടിലെ സ്റ്റുവർട്ട് രാജാവ് ആരാണ്? ജെയിംസ് ഒന്നാമനാണ്. ഇദ്ദേഹമാണ് ആദ്യത്തെ സ്റ്റുവർട്ട് ഭരണാധികാരി. ഇംഗ്ലണ്ട് ഭരിച്ച ആദ്യത്തെ സ്റ്റുവർട്ട് ഭരണാധികാരി ജെയിംസ് ഒന്നാമനാണ്. അപ്പോൾ ആ കാലയളവ് അറിഞ്ഞിരിക്കണം. 1603 മുതൽ 1625 വരെയാണ് ജെയിംസ് ഒന്നാമൻ. ജെയിംസ് ഒന്നാമനിലാണ് സ്റ്റുവർട്ട് രാജവംശം തുടങ്ങുന്നത്. ജെയിംസ് ഒന്നാമൻ്റെ മകനാണ് ചാൾസ് ഒന്നാമൻ. പാർലമെൻറ്റും രാജാവും തമ്മിലുള്ള തുറന്ന സംഘർഷം തുടങ്ങുന്നത് ഈ ചാൾസ് ഒന്നാമൻ്റെ കാലത്താണ്. അതുപോലെ തന്നെ ഈ ചാൾസ് ഒന്നാമനാണ് പെറ്റീഷൻ റൈറ്റ്സ് എന്ന ഒരു പത്രികയിൽ ഒപ്പിടുന്നത്. അത് രാജാവ് നികുതി കിട്ടും എന്ന ധാരണയിൽ ഒപ്പിട്ടതാണ് ഈ പെറ്റീഷൻ റൈറ്റ്സ്. പക്ഷെ അത് കുറച്ച് വ്യവസ്ഥകളൊക്കെ പറയുന്നതായിരുന്നു. 1628 ഈ ചാൾസ് ഒന്നാമൻ രാജാവ് പെറ്റീഷൻ റൈറ്റ്സിൽ ഒപ്പിടുന്നത്. അത് രാജാവിൻ്റെ വ്യവസ്ഥകളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി പാർലമെൻറ്റ് ഉണ്ടാക്കിയ കുറച്ച് നിയമാവലികളായിരുന്നു. അങ്ങനെ രാജാവ് അതിൽ ഒപ്പിടേണ്ടി വരുന്നു. ചാൾസ് ഒന്നാമൻ രാജാവ് 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പിടുന്നത്. ഇനി ചാൾസ് ഒന്നാമൻ്റെ കാലത്താണ് ഒരു പ്രധാന സംഭവം നടക്കുന്നത്. 11 years of ടൈറനി എന്ന് പറയും. അതായത് 11 വർഷത്തെ സ്വേച്ഛാധിപത്യ ഭരണം നടക്കുന്നത് ചാൾസ് ഒന്നാമൻ്റെ കാലത്താണ്. ചാൾസ് ഒന്നാമനാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ 1628 ഒപ്പിടുന്നത്. അങ്ങനെ പാർലമെൻറ്റ് പണം കൊടുക്കും. അതായത് കുറേ കടങ്ങളൊക്കെ ഉണ്ട്. അമേരിക്കൻ വിപ്ലവത്തിന് അമേരിക്കൻ വിപ്ലവ സമയത്ത് കുറച്ച് യുദ്ധങ്ങളൊക്കെ ഉണ്ടായല്ലോ, അതിനൊക്കെ സഹായിക്കാനൊക്കെ പൈസ ഇറക്കി. പിന്നെ പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്കൊക്കെ പ്രൊട്ടക്ഷനായിട്ട് ആൾക്കാരെ നിർത്തണം, സൈനികരെ നിർത്തണം, അതിനൊക്കെ ചിലവുണ്ട്. അപ്പം അങ്ങനെ കടം വന്നു കഴിഞ്ഞപ്പോൾ
ആ കടം വീട്ടാനായിട്ട് ആൾക്കാരുടെ മേലിൽ നികുതി ഈടാക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ നികുതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പെറ്റീഷൻ റൈറ്റ്സിൽ 1628 ഈ ചാൾസ് ഒന്നാമൻ രാജാവ് ഒപ്പിടുന്നത്. എന്നാൽ പാർലമെൻറ്റ് പണം അനുവദിച്ചുമില്ല. അതുകൊണ്ട് രാജാവ് ആ പെറ്റീഷൻ റൈറ്റ്സിലെ വ്യവസ്ഥകളൊന്നും അംഗീകരിക്കാൻ പോയില്ല. അങ്ങനെ തന്നിഷ്ടപ്രകാരം നടക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ പാർലമെൻറ്റിനെ 1629 അങ്ങ് പിരിച്ചുവിടുന്നു. 28 ഒപ്പിട്ടു പെറ്റീഷൻ റൈറ്റ്സിൽ, 29 പാർലമെൻറ്റിനെ പിരിച്ചുവിടുന്നു. പിന്നെ 11 വർഷത്തേക്ക് ചാൾസ് ഒന്നാമൻ രാജാവ് ഇങ്ങനെ സ്വതന്ത്രമായിട്ട്, പാർലമെൻറ്റും ഇല്ല ഒന്നുമില്ല, സ്വതന്ത്രമായിട്ട് ഭരിച്ചു 11 വർഷം, 1629 മുതൽ 1640 വരെ. ഈ കാലയളവിനെയാണ് 11 years ഓഫ് ടൈറനി അഥവാ 11 വർഷത്തെ സ്വേച്ഛാധികരണം എന്ന് പറയുന്നത്. ഇനി 1640 ചാൾസ് ഒന്നാമൻ വീണ്ടും പാർലമെൻറ്റിനെ പുനഃസ്ഥാപിക്കുന്നുണ്ട്. ഈ പാർലമെൻറ്റ് 21 വർഷം വരെ സാങ്കേതികമായി നിലനിന്നു. ദീർഘമായി 21 വർഷം നിലനിന്നിരുന്നതുകൊണ്ട് ഇതിനെ ലോങ് പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നു. അപ്പം പിരിച്ചു വിട്ടതും ചാൾസ് ഒന്നാമനാണ്. ലോങ് പാർലമെൻറ്റും ചാൾസ് ഒന്നാമൻ്റെ കാലത്താണ്. 21 വർഷം നീണ്ടു നിന്ന പാർലമെൻറ്റാണ് ലോങ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 11 വർഷം പിരിച്ചുവിട്ടു, പാർലമെൻറ്റ് ഇല്ലാതെ ഇരുന്നു. അതാണ് 11 വർഷത്തെ സ്വേച്ഛാധിപത്യ ഭരണം എന്ന് പറയുന്നത്. ഇനി ഇംഗ്ലണ്ടിലെ രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നത് 1642 ഈ 1642 ആഭ്യന്തര കലാപം ആരംഭിക്കുന്നത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ചാൾസ് ഒന്നാമൻ രാജാവിൻ്റെ കാലത്താണ്. ഇത് എത്ര കാലം നീണ്ടു നിന്നു? 1648 വരെ, 42 മുതൽ 48 വരെ. ഇനി ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധം പ്യൂരിട്ടൻ വിപ്ലവം എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധം രാജാധികാരം ഇല്ലാതാക്കുന്നതിനുള്ള ബൂർഷ്വാ വിപ്ലവമായിരുന്നു. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. പ്യൂരിട്ടൻ വിപ്ലവം എന്നും അറിയപ്പെടുന്നു, അതുപോലെ തന്നെ ബൂർഷ്വാ വിപ്ലവം എന്നും അറിയപ്പെടുന്നു. അവരുടെ രാജാധികാരം ഇല്ലാതാക്കി പൂർണ്ണമായും പാർലമെൻറ്റിൻ്റെ അധികാരം കൊണ്ടുവരിക എന്നതായിരുന്നു ലക്ഷ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലണ്ടിലെ ഈ ആഭ്യന്തര യുദ്ധത്തിൽ രാജാവിൻ്റെ രണ്ട് പക്ഷത്തായി ജനങ്ങൾ, കുറേ വിഭാഗങ്ങൾ രാജാവിൻ്റെ പക്ഷത്തും കുറേ വിഭാഗങ്ങൾ പാർലമെൻറ്റിൻ്റെ പക്ഷത്തുമായി. അപ്പോൾ രാജാവിൻ്റെ പക്ഷത്തുണ്ടായിരുന്നത് ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരും കർഷകരും കത്തോലിക്കരുമായിരുന്നു. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന പാർലമെൻറ്റിലുണ്ടായിരുന്ന മധ്യവർഗവും നവപ്രഭുക്കന്മാരുമായിരുന്നു. ഫ്യൂഡൽ പ്രഭുക്കന്മാർ രാജാവിൻ്റെ കൂടെ, നവപ്രഭുക്കന്മാർ ഈ പാർലമെൻറ്റിൻ്റെ കൂടെയായിരുന്നു. ഇനി കവാലിയേഴ്സ് എന്ന് പറയുന്നത് ആഭ്യന്തര കലാപത്തിൽ രാജാവിനെ സപ്പോർട്ട് ചെയ്ത് നിന്നവരെയാണ് കവലിയേഴ്സ് എന്ന് പറയുന്നത്. കാവൽ നിന്നവർ എന്നോ, രാജാവിനെ കാവൽ നിന്നവർ എന്ന് ഓർത്താൽ മതി. റൗണ്ട് ഹെഡ്സ് എന്ന് പറയുന്നത് പാർലമെൻറ്റിനെ പിന്തുണച്ച ആൾക്കാരാണ് റൗണ്ട് ഹെഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 1642 മുതൽ 48 വരെയാണ് ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞു. അങ്ങനെ പാർലമെൻറ്റിന് വേണ്ടി ഒരു പുതിയ ആർമി രൂപീകരിക്കുന്നു, ന്യൂ മോഡൽ ആർമി. അത് രൂപീകരിച്ചത് ആരാണ്? ഒലിവർ ക്രോംവെല്ലാണ്. അങ്ങനെ ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ന്യൂ മോഡൽ ആർമി 1648 വിജയിക്കുകയും പാർലമെൻറ്റിനാണ് അവിടെ വിജയം ഉണ്ടാകുന്നത്. അങ്ങനെ 1648 ആഭ്യന്തര കലാപം അവസാനിക്കുന്നു, പാർലമെൻറ്റ് അധികാരത്തിൽ വരുന്നു. ന്യൂ മോഡൽ ആർമി ആരാണ് നയിച്ചത്? ഒലിവർ ക്രോംവെല്ലാണ് നയിച്ചത്. അങ്ങനെ ഈ ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിൽ ന്യൂ പാർലമെൻറ്റ് അധികാരത്തിൽ വരികയാണ്. അവിടെ 1648 ഉണ്ടായിരുന്ന ചാൾസ് ഒന്നാമൻ രാജാവിനെ പുറത്താക്കണമെന്നൊരു വിഭാഗം ജനങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനെ പിന്തുണച്ച് കുറച്ച് പേരും അതിനെ ഓപ്പോസ് ചെയ്ത് കുറച്ച് പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ എതിർത്ത ആൾക്കാരെയൊക്കെ എന്താക്കി? കേണൽ തോമസ് പ്രൈഡ് എന്നയാൾ ബലപ്രയോഗത്തിലൂടെ പുറത്താക്കി. സപ്പോർട്ട് ചെയ്തവരെ, അതായത് ചാൾസ് ഒന്നാമൻ രാജാവിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ തോമസ് പ്രൈഡ് എന്ന ആൾ, അതായത് ഈ ഒലിവർ ക്രോംവെല്ലിൻ്റെ സഹായിയാണ്
കേണൽ തോമസ് പ്രൈഡ് പുറത്താക്കി. അതാണ് ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ പ്രൈഡിൻ്റെ ശുദ്ധീകരണം, പ്രൈഡ് സ്പേർജ് എന്നറിയപ്പെടും. പ്രൈഡിൻ്റെ ശുദ്ധീകരണം എന്ന് അറിയപ്പെടുന്നത് ഇതാണ്. അപ്പം അങ്ങനെ പുറത്താക്കി ചാൾസ് രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ പുറത്താക്കിയ ശേഷം ബാക്കി ആകെ 60ഓളം അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ആ പാർലമെൻറ്റാണ് റംബ് പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത്, അവശിഷ്ട പാർലമെൻറ്റ്. ബാക്കിയുള്ള അവശേഷിച്ച ആൾക്കാരാണ് അവശിഷ്ട പാർലമെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ചാൾസ് ഒന്നാമൻ പറഞ്ഞു, പിന്നെ ഒലിവർ ക്രോംവെൽ പറഞ്ഞു, പിന്നീട് കേണൽ തോമസ് പ്രൈഡ് പറഞ്ഞു, അവശിഷ്ട പാർലമെൻറ്റ് പറഞ്ഞു, ലോങ് പാർലമെൻറ്റ് പറഞ്ഞു, 11 years ഓഫ് ടൈറനി പറഞ്ഞു. 1642 മുതൽ 48 വരെയാണ് ഒന്നാം ലോകമഹായുദ്ധമല്ല 48 വരെയാണ് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര വിപ്ലവം നടന്നതെന്നും പറഞ്ഞു. അതുപോലെ തന്നെ 1628 ചാൾസ് ഒന്നാമൻ പെറ്റീഷൻ റൈറ്റ്സിൽ ഒപ്പുവെച്ചതെന്നും പറഞ്ഞു. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം 1649 ചാൾസ് ഒന്നാമനെ ശിരച്ഛേദം ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ കോമൺവെൽത്ത് എന്ന പേരിൽ ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കുന്നു. ആ കോമൺവെൽത്ത് എന്ന റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത് ആരാണ്? ഒലിവർ ക്രോംവെല്ലാണ്. അങ്ങനെ 1653 ഇംഗ്ലണ്ടിൽ പ്രൊട്ടക്ടറേറ്റ് എന്ന പേരിൽ ഒരു പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരുന്നു. ഇത് ലോർഡ് പ്രൊട്ടക്ടർ എന്ന നിലയിൽ ഭരിക്കുകയും ചെയ്തതാണ് ഒലിവർ ക്രോംവെൽ. അതായത് ഈ ആഭ്യന്തര യുദ്ധം കഴിഞ്ഞിട്ട് കുറച്ച് പേര് ചാൾസ് ഒന്നാമനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെയൊക്കെ പുറത്താക്കി. കേണൽ പ്രൈഡ് പുറത്താക്കി. പ്രൈഡിൻ്റെ ശുദ്ധീകരണം നടത്തി. അതിനുശേഷം 60ഓളം പേരാണ് ഉണ്ടായിരുന്നത് സപ്പോർട്ട് ചെയ്ത. അതാണ് അവശിഷ്ട പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ആ ഭരണമൊക്കെ പോയപ്പോൾ ക്രോംവെൽ പതിയെ പാർലമെൻറ്റിന് ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി, പരിഷ്കരിക്കാൻ തുടങ്ങി. ആ പരിഷ്കരണത്തെ എതിർത്തു. ആരെതിർത്തു? ഈ ഇതിലുള്ള അംഗങ്ങളെ എതിർത്തു. അപ്പോൾ ഈ ഒലിവർ ക്രോംവെല്ലിന് ദേഷ്യം പിടിച്ചിട്ട് ഒലിവർ ക്രോംവെൽ ബലപ്രയോഗത്തിലൂടെ പാർലമെൻറ്റ് അങ്ങ് പിരിച്ചുവിട്ടു. എന്നിട്ട് പ്രൊട്ടക്ടറേറ്റ് എന്ന പേരിൽ പുതിയൊരു ഭരണ സംവിധാനം കൊണ്ടുവന്നു. എന്നിട്ട് ഒലിവർ ക്രോംവെൽ തന്നെ ലോർഡ് പ്രൊട്ടക്ടർ എന്ന നിലയിൽ ഭരിക്കുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം മരിക്കുന്ന 1658 അതുവരെ അദ്ദേഹം ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിൽ ഭരിച്ചു. അങ്ങനെ 1648 അവസാനിച്ച രാജഭരണം 1649 രാജാവ് ചാൾസ് ഒന്നാമനെ ശിരച്ഛേദം ചെയ്തല്ലോ. അതിനുശേഷം പിന്നെ ഒലിവർ ക്രോംവെല്ലായിരുന്നു. രാജഭരണം അല്ലായിരുന്നു, പാർലമെൻറ്റിൻ്റെ ഭരണമായിരുന്നു. അതിനുശേഷം ഒലിവർ ക്രോംവെൽ മരിച്ചതിന് ശേഷം 1660 രാജാവായിട്ട് വരുന്നു ചാൾസ് രണ്ടാമൻ വരെയാണ്. 58 ഒലിവർ ക്രോംവെൽ മരിച്ചു. 58, 59, 60 2 വർഷം കഴിയുമ്പോൾ ചാൾസ് രണ്ടാമൻ വരികയാണ്. ഈ ചാൾസ് രണ്ടാമൻ എന്ന് പറയുന്നത് ആരാണ്? ചാൾസ് ഒന്നാമൻ്റെ മകനാണ്. ഈ ചാൾസ് രണ്ടാമൻ അധികാരത്തിൽ വരാൻ പിന്നീട് വീണ്ടും രാജവാഴ്ച വരാനൊരു കാരണമുണ്ട്. ഒലിവർ ക്രോംവെല്ലിന് ശേഷം അവിടെ വന്നത് ജനറൽ മങ്ക് ആയിരുന്നു. 1660 ജനറൽ മങ്ക് എന്ന് പറയുന്ന ആൾ വീണ്ടും പാർലമെൻറ്റ് വിളിച്ചു കൂട്ടി. എന്നിട്ട് ജനങ്ങൾ പറഞ്ഞു ഇത് വേണ്ട, അതായത് ഒലിവർ ക്രോംവെല്ലിൻ്റെ പ്രൊട്ടക്ടറേറ്റ് എന്ന് പറയുന്ന ഭരണ സംവിധാനം ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പഴയ രാജവാഴ്ച തന്നെ മതി എന്ന് ജനങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചാൾസ് രണ്ടാമനെ വിളിച്ചു വരുത്തുന്നു. ജനറൽ മങ്ക് 1660. അങ്ങനെ ചാൾസ് ഒന്നാമൻ്റെ മകൻ ചാൾസ് രണ്ടാമൻ വരുന്നു. അങ്ങനെ 1679 ഹേബിയസ് കോർപ്പസ് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കുന്നു. അത് ആരാണ് ഒപ്പിടുന്നതിൻ്റെ അകത്ത്? ചാൾസ് രണ്ടാമൻ രാജാവാണ്. അന്യായമായ തടങ്കലിനെതിരെ സംരക്ഷണം നൽകുന്ന ഹേബിയസ് കോർപ്പസ് നിയമത്തിൽ ഇംഗ്ലണ്ടിൽ പാസ്സാക്കപ്പെട്ടത് ചാൾസ് രണ്ടാമൻ്റെ കാലത്താണ്. ഇനി ഈ ചാൾസ് രണ്ടാമൻ രാജാവും ചാൾസ് ഒന്നാമനെ പോലെ കത്തോലിക്ക വിഭാഗത്തെയാണ് പിന്തുണച്ചിരുന്നത്. അപ്പം ആ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പിന്നെ 2 വിഭാഗം ഉണ്ടാവുന്നു. ചാൾസ് രണ്ടാമൻ്റെ കാലത്ത് 2 വിഭാഗം ഉണ്ടാവുന്നു. ഒന്ന് രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ടോറികളെന്നും, രാജാവിനെ സപ്പോർട്ട് ചെയ്യാത്ത പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്നും അറിയപ്പെടുന്നു. ടോറികൾ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഗ്രീൻ റിബൺ ക്ലബ്ബ് പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ചാൾസ് ഒന്നാമൻ്റെ കാലത്ത് രാജാവിനെ പിന്തുണച്ച വിഭാഗം കവേലിയന്മാർ, അല്ലാത്തവർ റൗണ്ട് ഹെഡ്സ് ആയിരുന്നു. കവേലിയന്മാരും റൗണ്ട് ഹെഡ്സും. ഇവിടെ വന്നപ്പോൾ എന്തായി? ടോറികളും ഗ്രീൻ റിബൺ ക്ലബ്ബും. ഈ ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് വേറെ പേരാണ് വിഗ് പാർട്ടി കേട്ടോ.
ജീവിതം, സ്വാതന്ത്ര്യ, സമ്പത്ത് എന്നതാണ് ഈ വിഗ് പാർട്ടി അഥവാ ഗ്രീൻ റിബൺ ക്ലബിൻ്റെ ആപ്തവാക്യം. ജീവിതം, സ്വാതന്ത്ര്യ, സമ്പത്ത്. എന്നാൽ ടോറീസ് എന്ന അതിൻ്റെ അർത്ഥം തന്നെ അയർലൻഡിലെ കൊള്ളക്കാർ എന്നാണ് അർത്ഥം. രാജാവ്, പള്ളി, ഭൂമി എന്നതാണ് ഈ ടോറീസിൻ്റെ ആപ്തവാക്യം. രാജാവ്, പള്ളി, ഭൂമി ആപ്തവാക്യം. ഇവരുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമ്പത്ത് എന്നതാണ് വിഗ്സുകളുടെ. ഈ ചാൾസ് രണ്ടാമന് ശേഷം വരുന്ന രാജാവ് ജെയിംസ് രണ്ടാമനാണ്. ജെയിംസ് ഒന്നാമനല്ല, ജെയിംസ് രണ്ടാമനാണ് വരുന്നത്. ആ ജെയിംസ് രണ്ടാമൻ രാജാവ് കടുത്ത കത്തോലിക്ക നിലപാടുള്ള രാജാവായിരുന്നു. അങ്ങനെ കത്തോലിക്കക്കാർക്കെതിരെയുള്ള നിയമങ്ങളെല്ലാം ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 മതസ്വാതന്ത്ര്യ അനുമതി പ്രഖ്യാപനം 1, മതസ്വാതന്ത്ര്യ അനുമതി പ്രഖ്യാപനം 2. അത് രണ്ടും നടത്തിയത് ജെയിംസ് രണ്ടാമൻ രാജാവാണ്. അതായത് ചാൾസ് രണ്ടാമൻ രാജാവിന് ശേഷം ജെയിംസ് രണ്ടാമൻ വരുമ്പോൾ ജെയിംസ് രണ്ടാമൻ കത്തോലിക്ക നിലപാടുള്ള രാജാവായിരുന്നു. അങ്ങനെ സ്വന്തമായി സ്വേച്ഛാധിപത്യ ഭരണം പിന്നെയും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ടോറികൾ അതുപോലെ തന്നെ വിഗുകൾ എന്ന് പറയുന്ന 2 ടീമായിട്ട് തിരിഞ്ഞിരിക്കുകയാണല്ലോ പാർലമെൻറ്റ്. അവരങ്ങ് ഒന്നിച്ചിട്ട് രാജാവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. അങ്ങനെ രാജാവിൻ്റെ ആദ്യ ഭാര്യയുടെ മകളായ മേരിയും ഭർത്താവ് വില്യം അവർ ഹോളണ്ടിലായിരുന്നു. അവരെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ അവർ വലിയൊരു സൈന്യമൊക്കെ ആയിട്ട് വരുന്നു. അങ്ങനെ ജെയിംസ് രാജാവ് എന്ത് ചെയ്തു? ജെയിംസ് രണ്ടാമൻ അവിടെ നിൽക്കാതെ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. ഫ്രാൻസിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് രക്തരഹിത, ഒരു തുള്ളി രക്തം പോലും ചിന്താതെ രാജാവ് അവിടുന്ന് പോയില്ലേ. അതുകൊണ്ടാണ് രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത്. അതുപോലെ വലിയ ജനങ്ങളൊന്നും ഇല്ലാതെ കൊട്ടാരത്തിൽ തന്നെ നടന്ന വിപ്ലവം ആയതുകൊണ്ട് ഇതിനെ കൊട്ടാര വിപ്ലവം എന്ന് വിളിക്കുന്നു. അതിനുശേഷം ഇംഗ്ലണ്ടിൽ ഒരു നിയന്ത്രിത രാജവാഴ്ച അല്ലെങ്കിൽ പാർലമെന്ററി രാജവാഴ്ച സാധ്യമാക്കിയ നിയമം, ഒന്നെങ്കിൽ നിയന്ത്രിത രാജവാഴ്ച അല്ലെങ്കിൽ പാർലമെന്ററി രാജവാഴ്ച സാധ്യമാക്കിയ നിയമമാണ് 1689 ബിൽ ഓഫ് റൈറ്റ്സ്. അപ്പോൾ 1688 ഈ രക്തരഹിത വിപ്ലവം നടക്കുന്നത്. അടുത്ത വർഷം 1689 ബിൽ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ്. അതായത് ഇംഗ്ലണ്ടിലെ വിപ്ലവം രാജാവിൻ്റെ ദൈവദത്ത അധികാര സിദ്ധാന്തത്തെ പൊളിച്ചെഴുതി. ദീർഘകാലമായി അരങ്ങേറിയ രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള സമരം 1689 ബിൽ ഓഫ് റൈറ്റ്സിലൂടെ അവസാനിക്കുകയും ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഉള്ളതുപോലെ പാർലമെന്ററി രാജവാഴ്ച സാധ്യമാകുകയും ചെയ്തു. ഇതിന് കാരണമായത് 1689 ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ഇനി സഫ്രഗറ്റി പ്രസ്ഥാനം ഏത് രാജ്യത്തിലെ വനിതകളുടെ വോട്ടവകാശത്തിനായി രൂപം കൊണ്ടതാണ്? ഇംഗ്ലണ്ടിലെ വനിതകളുടെ വോട്ടവകാശവുമായി രൂപം കൊണ്ട ഒരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനമാണ് സഫ്രഗറ്റി പ്രസ്ഥാനം. ഇംഗ്ലണ്ടിൽ കേട്ടോ, ഇവിടെ തന്നെ. ഇനി ഇംഗ്ലണ്ടിൽ പ്രായപൂർത്തി വോട്ടവകാശം സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? 1928 1928 ഇവിടെ പ്രായപൂർത്തി വോട്ടവകാശം എന്നത് വരുന്നത്. ഇത്രയാണ് ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ. കറണ്ട് അഫയേഴ്സിലെ ടോപ്പിക്ക് ചെസ്സായിരുന്നു. ചെസ് മത്സരങ്ങളുടെ നിയന്ത്രണ ചുമതല വഹിക്കുന്ന സമിതി ഏതാണ്? ഫിഡെയാണ്. ഫിഡെ നിലവിൽ വന്ന വർഷം ഏതാണ്? 1924 ഏതൻസിലാണ് നിലവിൽ വരുന്നത്. എന്നാൽ ഫിഡെയുടെ ആസ്ഥാനം എവിടെയാണ്? ലോസൈൻ, സ്വിറ്റ്സർലൻഡിലെ ലോസൈനാണ്. ഫിഡെയുടെ മുദ്രാവാക്യം എന്താണ്? നമ്മൾ ഒരു കുടുംബമാണ്. ഫിഡെയുടെ ഗ്രാൻഡ് മാസ്റ്റർ പദവി നൽകുന്നതെല്ലാം ഫിഡെയാണ്. ചെസ് കളിക്കാരുടെ ആപേക്ഷിക നൈപുണ്യ നിലവാരം കണക്കാക്കുന്നതിനുള്ള രീതി ഏതാണ്? എലോ റേറ്റിംഗ് സിസ്റ്റമാണ്. എലോ റേറ്റിംഗ് സിസ്റ്റം കണ്ടെത്തിയത് ആരാണ്? അർപ്പാഡ് എലോ. ഏറ്റവും കൂടുതൽ ഫിഡെ എലോ റേറ്റിംഗ് പോയിന്റ് നേടിയ താരം ആരാണ്? മാഗ്നസ് കാൾസൺ. ഏറ്റവും ഉയർന്ന ഫിഡെ എലോ റേറ്റിംഗ് പോയിന്റുള്ള വനിതാ താരം ആരാണ്? ജൂഡിറ്റ് പോൾഗാർ. നമ്മൾ പറഞ്ഞിരുന്നു കാൾ പോൾ. അടുത്തത് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററായ ഡി ഗുഗേഷ്. അദ്ദേഹത്തിന് എലോ റേറ്റിംഗിലെ പോയിന്റ് എത്രയാണ്? 2700 എലോ റേറ്റിംഗ്.
അടുത്തത് 2025 ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ്? ജു വെൻജുൻ, ചൈനയിലുള്ള. വേദി ചൈന തന്നെയായിരുന്നു. റണ്ണറപ്പ് ആയത് ആരാണ്? ടാൻ ഷോങ്ഹോ. ഈ ടാൻ ഷോങ്ഹോനെ ഓർത്തിരുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരും. ഇത് ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് 2025 കിരീടം ജു വെൻ ജൂൺ. റണ്ണറപ്പ് ടാൻ ആണ്. ഇനി ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പാണ്, വനിതയല്ല. ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 കിരീടം നേടിയത് ആരാണ്? ഡി ഗുഗേഷ് ആണ്. റണ്ണറപ്പ് ആയത് ആരാണ്? ഡിങ് ലിറൻ ആണ്. ഡിങ്. മറ്റതിൽ ടാൻ ആയിരുന്നു, ഇത് ഡിങ്, ചൈനക്കാരനാണ്. ഇനി 2023 ലോക ചെസ് ചാമ്പ്യൻ ആരാണ്? ഡിങ് ലിറൻ ആണ്. ഇനി ലോക ചെസ് ചാമ്പ്യനാവുന്ന എത്രാമത്തെ താരമാണ്? ഡി ഗുഗേഷ്. 18ാമത്തെ താരമാണ്. 18ാമത്തെ വയസ്സിലാണ് ചാമ്പ്യനാകുന്നത്. ഇനി ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഒന്നാമത്തെ താരം ആരാണ്? ഒന്നാമത്തെ ഇന്ത്യൻ താരം ആരാണ്? വിശ്വനാഥൻ ആനന്ദാണ് ഒന്നാമത്തെ ജേതാവ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തുന്ന ഇന്ത്യൻ താരം, ആദ്യത്തെ ഇന്ത്യൻ താരം വിശ്വനാഥ് ആനന്ദും, രണ്ടാമത്തെ ആളാണ് ഡി ഗുഗേഷ്. ഇനി ഈ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 വേദി എവിടെയായിരുന്നു? സിംഗപ്പൂരാണ്. സിംഗപ്പൂർ പോയിട്ടാണ് ഗുഗേഷും ഡിങ് ലിറനും കളിച്ചത്. ഡി ഗുഗേഷും ഡിങ്ങും ഓർത്തിരിക്കാമല്ലോ, ഡി ഉണ്ട്. അതുപോലെ തന്നെ ജു വെൻജുനും ടാൻ. അടുത്തത് ചെസ് ഒളിമ്പ്യാഡ് 2024 വേദി ബുഡാപെസ്റ്റ്, ഹംഗറി ആയിരുന്നു വേദി. 45ാമത്തെ ചെസ് ഒളിമ്പ്യാഡാണ് 2024 നടന്നത്. ഈ ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ഇന്ത്യയാണ്. വെള്ളി മെഡൽ USA, വെങ്കല മെഡൽ ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ ഇന്ത്യ, USA, ഉസ്ബെക്കിസ്ഥാൻ. ഈ ഓപ്പൺ വിഭാഗം ഇന്ത്യൻ ടീമിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ഗുഗേഷ് ഉണ്ട്, ഡി ഗുഗേഷ്, ആർ പ്രജ്ഞാനന്ദ, അർജുൻ എരിഗേസി, വിദിത് ഗുജറാത്തി, പി ഹരികൃഷ്ണ. ഡി ഗുഗേഷ്, ആർ പ്രജ്ഞാനന്ദ, അർജുൻ എരിഗാസി, വിദിത് ഗുജറാത്തി, പി ഹരികൃഷ്ണ. ഈ പി ഹരികൃഷ്ണനെ വിട്ടുപോകരുത്, ബാക്കിയൊക്കെ കേട്ട് നല്ല പരിചയമുള്ള ആളായിരിക്കും. പി ഹരികൃഷ്ണൻ ടീമിലുണ്ടായിരുന്നു. ഈ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ശ്രീനാഥ് ആയിരുന്നു. ഇനി ഈ ഓപ്പൺ വിഭാഗത്തിൽ വ്യക്തിഗത സ്വർണം നേടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? ഡി ഗുഗേഷും അർജുൻ എരിഗാസിയാണ്. അടുത്ത വനിതാ വിഭാഗം സ്വർണം നേടിയ രാജ്യം ആരാണ്? അതും ഇന്ത്യയാണ്. വെള്ളി നേടിയത് കസാക്കിസ്ഥാൻ, വെങ്കലം USA. കസാക്കിസ്ഥാൻ, USA. ഇന്ത്യ, കസാക്കിസ്ഥാൻ, USA. ആണുങ്ങളുടെ വിഭാഗത്തിൽ ഇന്ത്യ, USA, ഉസ്ബെക്കിസ്ഥാനാണ്. ഇത് കസാക്കിസ്ഥാനാണ്. ഇനി വനിതാ വിഭാഗം സ്വർണം നേടിയ ഇന്ത്യൻ ടീം അംഗങ്ങൾ ആരൊക്കെയാണ്? താനിയ സച്ദേവ്, വന്തിക അഗർവാൾ, ആർ വൈശാലി, ദിവ്യ ദേശ്മുഖ്, ഡി ഹരിക, ആർ വൈശാലി, താനിയ, വന്തിക, ദിവ്യ ദേശ്മുഖ്. ഇനി ഈ വനിതാ വിഭാഗത്തിൻ്റെ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? അഭിജിത്ത് ആയിരുന്നു. അവർക്ക് ശ്രീനാഥ് ആയിരുന്നു, ഇത് അഭിജിത്താണ്. ഇനി വനിതാ വിഭാഗത്തിൽ വ്യക്തിഗത സ്വർണം നേടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? വന്തിക അഗർവാളും ദിവ്യ ദേശ്മുഖും. ഇന്ത്യ ആദ്യമായിട്ടാണ് ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണ്ണ മെഡൽ നേടുന്നത്. പിന്നെ ചെസ് ഒളിമ്പ്യാഡ് 2022 വേദി എവിടെയായിരുന്നു? ചെന്നൈ ആയിരുന്നു. ഇപ്പോൾ 2024 വേദിയാണ് ഹംഗറി, 45ാമത്തെ. ഇനി 44ാമത്തെ നടന്നത് 2022 അതിൻ്റെ വേദി എവിടെയാണ്? ചെന്നൈയിലായിരുന്നു. ഭാഗ്യചിഹ്നമായിരുന്നു ഒരു കുതിരയായിരുന്നു. ഭാഗ്യചിഹ്നമായ കുതിരയുടെ പേരെന്തായിരുന്നു? തമ്പി എന്നാണ്. ആദ്യമായിട്ടാണ് ലോക ചെസ് ഒളിമ്പ്യാഡ് ഇന്ത്യയിൽ നടക്കുന്നത്, ചെന്നൈയിൽ വെച്ചായിരുന്നു. ഇതിൽ വിജയികൾ ആരായിരുന്നു? ഉസ്ബെക്കിസ്ഥാനായിരുന്നു വിജയി. ഇന്ത്യ 3ാം സ്ഥാനത്തായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് നിഹാൽ സരീൻ എന്ന മലയാളി ഈ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു. അടുത്തത് കാൻഡിഡേറ്റ് ചെസ് ആയിരുന്നു. കാൻഡിഡേറ്റ് ചെസ്സിൽ പങ്കെടുത്ത ഒരേ ഒരു വനിത ജൂഡിറ്റ് പോൾഗർ ആണ്.
2024 കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് ഡി ഗുകേഷാണ്. അതുപോലെ ഈ കാൻഡിഡേറ്റ് ചെസ്സിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ നേട്ടം കൈവരിക്കുന്ന താരമാണ് ഡി ഗുകേഷ്. അടുത്തത് 2020 കാൻഡിഡേറ്റ് ചെസ്സിൽ വനിതാ കിരീടം നേടിയത് ആരാണ്? ടാനാണ്. ടാൻ അവിടെ ചെന്നപ്പോൾ സെക്കൻഡായി. അതുപോലെ തന്നെ 2ാം സ്ഥാനം നേടിയ വനിതാ താരം കൊനേരു ഹംപിക്കാണ് 2ാം സ്ഥാനം കിട്ടിയത് കാൻഡിഡേറ്റ് ചെസ്സിൽ. അടുത്തത് ഫിഡെ ലോക റാപ്പിഡ് ചെസ്സാണ്. റാപ്പിഡ് ചെസ് 2024 നടന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ്. ന്യൂയോർക്ക് സിറ്റി ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. റാപ്പിഡ് ചെസ്സായിരുന്നു. ഓക്കെ, അതിൻ്റെ ജേതാവ് എന്ന് പറയുന്നത് വോലോഡർ മുർസിനാണ്. മുർസിൻ റോഡ് മുറിച്ചു കിടക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഭയങ്കര റാപ്പിഡ് ചെസ് ആയതുകൊണ്ട് ന്യൂയോർക്ക് സിറ്റിയിൽ മുറിച്ചു കിടക്കാൻ ഭയങ്കര പാടാണ് റോഡ്. മുർസിൻ. ഇനി വനിതാ വിഭാഗം ജേതാവാണ് കൊനേരു ഹംപി റാപ്പിഡ് ചെസ്സിൽ. പക്ഷെ ഹമ്പൊക്കെ ഈസി ആയിട്ട് ചാടും. കൊനേരു ഹംപിക്കാണ് ഫസ്റ്റ്. കൊനേരു ഹംപിയുടെ 2ാമത്തെ റാപ്പിഡ് ചെസ് കിരീട നേട്ടമാണ്. എന്നാൽ ഇതിലെ വസ്ത്രധാരണ ചട്ടം ലംഘിച്ചതിനെ തുടർന്ന് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് വിലക്ക് ലഭിച്ച താരമാരാണ്? മാഗ്നസ് കാൾസനാണ് റാപ്പിഡ് ചെസ്സിൽ നിന്ന്. ഓക്കെ, 2023 വേദി ഉസ്ബെക്കിസ്ഥാനായിരുന്നു. അതിൽ ജേതാവ് മാഗ്നസ് കാൾസൺ ആയിരുന്നു. വനിതാ വിഭാഗത്തിൽ അനസ്താസിയ ബോർനാറൂക്ക്. 2ാം സ്ഥാനമാണ് കൊനേരു ഹംപിക്ക് ഉണ്ടായിരുന്നത്. ഇനി ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ്, അതായത് ബ്ലിറ്റ്സ് സമയ നിയന്ത്രണം വെച്ചിട്ടാണ്. ഇവിടുത്തെ സമയ നിയന്ത്രണ നിയമം അനുസരിച്ച് നടത്തുന്ന മത്സരമാണ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ്. ആദ്യമായിട്ട് 2006 നടത്തിയത്. 2024 പുരുഷ വിഭാഗത്തിലെ ജേതാവ് മാഗ്നസ് കാൾസനും ഇയാൻ നിപ്പോനിയാഷിയാണ്. വനിതാ വിഭാഗത്തിൽ ജു വെൻജുനാണ് 2024. മാഗ്നസും ഇയാനും ജു വെൻജുൻ വനിതകളിൽ. 2023 മാഗ്നസ് കാൾസനാണ്. 2022 മാഗ്നസ് കാൾസനാണ്. എന്നാൽ വനിതകളിൽ വ്യത്യാസമുണ്ട്. 2024 ജു വെൻജുൻ, 2023 വാലന്റീന, 2022 ബിബിസാര അസൗബയേവ. 2022 2 ഉണ്ടല്ലോ, അപ്പോൾ ബിബിസാര. 2023 വാലന്റീന. അടുത്തത് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ നടത്തുന്ന ചെസ് ടൂർണമെൻറ്റ് ഏതാണ്? ചെസ് ലോകകപ്പ്. ചെസ്സിനുണ്ട് വേൾഡ് കപ്പ്. 2 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ആദ്യ ടൂർണമെൻറ്റ് നടന്നത് എന്നാണ്? 2000 ആദ്യ വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് നടന്നത്. ചൈനയിലെ ഷെൻയാങ്ങിൽ വെച്ചായിരുന്നു. ആ ടൂർണമെൻറ്റിൽ വേൾഡ് കപ്പ് ചെസ് ടൂർണമെൻറ്റ് 2000 ആദ്യ ജേതാവ് ആരായിരുന്നു എന്നറിയോ? വിശ്വനാഥൻ ആനന്ദാണ്. ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. ഇനി 2025 വേദി ഇന്ത്യയാണ്. വേൾഡ് കപ്പ്, ചെസ് വേൾഡ് കപ്പ് 2023 ബാക്കു ആയിരുന്നു. മാഗ്നസ് കാൾസനാണ് ജയിച്ചത്. അടുത്ത വേൾഡ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ്. ജൂനിയേഴ്സിന് വരുമ്പോൾ 20 വയസ്സിന് താഴെയാണ് വരിക. അത് നടത്തുന്നത് വേൾഡ് ചെസ് ഫെഡറേഷനാണ്, ഫിഡെ അല്ല. അടുത്ത ആദ്യ മത്സരം നടന്നത് 1951. ആദ്യ കിരീടം കിട്ടിയത് ബോറിസ്ലാവ് ഇവ്കോ. പിള്ളേർ ബോറടിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ മത്സരം നടന്നതെന്ന് ഓർത്താൽ മതി. വനിതാ വിഭാഗം ആരംഭിച്ചത് 1982. ആദ്യമായിട്ട് വനിതാ വിഭാഗത്തിൽ ജയിച്ചത് അഗ്നിസ്ക ബ്രസ്മാൻ. ഓക്കെ, ഇനി 2025 വേൾഡ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ പ്രണവ് വെങ്കടേഷിനാണ് കിട്ടിയത്. ഇന്ത്യയിലെ പ്രണവ് വെങ്കടേഷിനാണ്. വനിതാ വിഭാഗത്തിൽ അന്ന ഷുക്മാൻ. അന്ന റഷ്യക്കാരിയാണ്. പെട്രോവാക്കിൽ വെച്ചാണ് നടന്നത്. പ്രണവ് വെങ്കടേഷിനാണ് ഇന്ത്യയിൽ 2025 ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ പ്രണവ് വെങ്കടേഷ്. ഓക്കെ, ഈ ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? വിശ്വനാഥൻ ആനന്ദ്, പെന്താല ഹരികൃഷ്ണ, പി ഹരികൃഷ്ണ. ഓക്കെ, പി ഹരികൃഷ്ണ നമ്മളവിടെ കേട്ടിട്ടുണ്ടായിരുന്നു. അഭിജിത്ത് ഗുപ്ത, പ്രണവ് വെങ്കടേഷ് ഇപ്പം 2025. അതുപോലെ കൊനേരു ഹംപി, ഹരിക ദ്രോണവല്ലി, സൗമ്യ സ്വാമിനാഥൻ, ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖിന് 2024 കിട്ടുന്നത്.
കൊനേരു ഹംപി 2001, ഹരിക ദ്രോണവല്ലി 2008, സൗമ്യ സ്വാമിനാഥൻ 2009, പ്രണവ് വെങ്കിടേഷ് 2025, അഭിജിത്ത് ഗുപ്ത 2008, പെന്താല പി ഹരികൃഷ്ണ 2004, വിശ്വനാഥൻ ആനന്ദ് 1987. എങ്കിൽ ലോകത്തിലെ ആദ്യത്തെ ചെസ് ചാമ്പ്യൻ ആരാന്നറിയുമോ? വിൽഹം സെറ്റനിറ്റ്സ്. സാനിറ്റൈസർ എന്നൊക്കെയാണ് വായിക്കാൻ വരുന്നത്. സെറ്റനിറ്റ്സ്. ഓക്കെ, ലോകത്തെ ആദ്യത്തെ ചെസ് ചാമ്പ്യനാണ് വിൽഹം സെറ്റനിറ്റ്സ്. മികച്ച ചെസ് കളിക്കാരന് എല്ലാ വർഷവും നൽകുന്ന പുരസ്കാരം ഏതാണ്? ചെസ് ഓസ്കാർ ആണ്. ചെസ് ഓസ്കാർ നൽകി തുടങ്ങിയത് 1997. ഇനി ലോകത്തിലെ പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? സെരഗിയാണ്. ലോകത്തിലെ തന്നെ പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ സെരഗിയാണ്. എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? വിശ്വനാഥൻ ആനന്ദാണ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ആദ്യം നേടിയ വ്യക്തി ആരാണ്? വിശ്വനാഥൻ ആനന്ദാണ്. വിശ്വനാഥൻ ആനന്ദിന് എത്ര തവണ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്? 5 തവണ. പത്മവിഭൂഷൺ നേടിയ ആദ്യ കായിക താരം ആരാണ്? വിശ്വനാഥൻ ആനന്ദാണ്. ഇനി ലോക ചെസ് ചാമ്പ്യനായ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ്? ഡി ഗുകേഷ് ആണ്. ഇനി ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാണ്? കൊനേരു ഹംപിയാണ്. അടുത്തത് 2019 ഫിഡെ വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ്? കൊനേരു ഹംപിയാണ്. 2019. ഓക്കെ, 2024 കിട്ടി. അടുത്തത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ആരാണ്? നിഹാൽ സരീൻ. നിഹാൽ സരീന് ഗ്രാൻഡ് മാസ്റ്റർ പദവി കിട്ടിയിട്ടുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയാണ് നിഹാൽ സരീൻ. ഇന്ത്യയിലെ പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഡി ഗുകേഷ് ആണ്. ഇനി ഇന്ത്യയിൽ നിന്ന് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച 2 വനിതകളാണ് കൊനേരു ഹംപി, ദ്രോണവല്ലി ഹരിക. ഡി ഹരിക നമ്മൾ പറഞ്ഞിരുന്നു. കൊനേരു ഹംപി, ഇവർക്ക് 2 പേരുമാണ് വനിതകൾ ഗ്രാൻഡ് മാസ്റ്റർ ലഭിച്ചത്. ഇത്രയാണ് ചെസ്സിനെ പറ്റി ഒരു ഓവറോൾ പറയാനുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.